ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്നേഹിതനും പാർക്കിൻ്റെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നേരെ നമുക്ക് സ്നേഹിതനും പാർക്കിൽ എത്താം. ഇതെൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ചായക്കടയാണ് ഗൈസ്. കുറച്ചൊരു ദൂരം കൂടെ എനിക്ക് പോകാനുണ്ട്. ഒന്നും പറയാം ചേച്ചി പോട്ടെ. ഇതാണ് സ്നേഹിതരും പാർക്കിന്റെ അടുത്തുള്ള ഒരു കടയാണിത്. ഇവിടെ ഉണ്ട് കട. ഇവിടെ ഒരു കടയുണ്ട്, ഐസ്ക്രീം. പിന്നെ ആൾക്കാർക്ക് ഇന്ന് കഴിക്കാനുള്ള സാധനങ്ങളുണ്ട്. ഇതാണ് സ്നേഹിതരും പാർക്ക്. ഇന്ന് തുറക്കുന്നതായിരിക്കും. ഇന്ന് 2020 ഒക്ടോബർ 30 തുറക്കുന്നതായിരിക്കും. കുറെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. ആ ഭാഗത്താണ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡിങ് ചെയ്യുന്ന സാധനങ്ങൾ. ഇതാണ് പാർക്കിംഗ് ഏരിയ. ഇവിടെയാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് നിർത്തുന്നത്. ഇതാണ് സ്നേഹിതത്തിന് തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണിത്. നാലുകെട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ സ്നേഹിതരും പാർക്കിന്റെ എൻട്രൻസ്. ഇതാണ് റെസ്റ്റോറന്റ്. നാലുകെട്ട് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റ് ഇതാണ്. ഇതാണ് സ്നേഹിതരും പാർക്കിന്റെ എൻട്രൻസ്. അടഞ്ഞു കിടക്കാണ് കൊറോണ ആയ കാരണം. ഇന്നാണ് ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം. അപ്പോൾ കുറെ ആൾക്കാർ വരും. ഇന്നാണ് ഉദ്ഘാടനം. കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ മൂടിയിട്ടിരിക്കുകയാണ്. ഇന്ന് തുറക്കും. കോവിഡ് കാരണം ഇത് അടഞ്ഞു കിടക്കുകയാണ്. ഇതാണ് സ്നേഹിതരും പാർക്കിന്റെ നേരെ പോകുന്ന സ്ഥലം. അവിടെ കയറിട്ടിരിക്കുകയാണ്. ഇനി ഇതിൽ കൂടെ ഒരു വഴിയുണ്ട്. കടയിൽ അവിടെ കൂടെ ഒരു വഴിയുണ്ട്. ഗൈസ്, നമുക്ക് ഇനി ഈ സ്നേഹിതരും പാർക്കിലത്തെ ബാക്കിലുള്ള ബീച്ച് കാണാം. ഹലോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്നേഹിതത്തിന്റെ ബീച്ചാണ്. ഇവിടെ കുറച്ച് വലകളൊക്കെ കിടക്കുന്നുണ്ട്. ഇതാണ് വല. ഇവിടെ വല വിരിച്ചിട്ടുണ്ട്. മീൻ പിടിക്കാൻ ആൾക്കാർ വരുന്നു. ഗൈസ്, ഇതുമൊക്കെയാണ് നമ്മൾ നടക്കുന്നത്. നല്ല ഭംഗിയുള്ള ഭാഗങ്ങളാണ് ഗൈസ്. ഇവിടെ കടൽ കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാറ്റാടികളൊക്കെ ഉണ്ട് വലിയ. പിന്നെ അവിടെ ഒരു
തെർമാക്കോളിന്റെ ഒരു വഞ്ചി കെട്ടി വെച്ചിട്ടുണ്ട്. പാർക്കിന്റെ വടക്ക് ഭാഗം പറയും. പാർക്കിന്റെ വടക്ക് ഭാഗമാണിത്. പുറത്ത് ഭാഗം. പാർക്കിന്റെ വടക്ക് ഭാഗമാണിത്. ഇവിടെ നമുക്ക് കടല് കാണാൻ പറ്റും. ഇതിന്റെ മുകളിൽ കയറി നിന്നാലൊക്കെ വഞ്ചി കണ്ടത് അന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. അവിടെ തെർമാക്കോളിന്റെ വഞ്ചിയൊക്കെ ഇരിക്കുന്നുണ്ട്. അതിന്റെ കയറാണത്. ഭാഗത്തുണ്ട്. ഇവിടെ കാറ്റാടി മുറിച്ചിട്ട് നല്ലൊക്കെ വലിയ കാറ്റാടികൾ ഉണ്ട്. ഇവിടെ ഇതാണ് വഞ്ചി. തെർമാക്കോളിന്റെ വഞ്ചി ഇതാണ്. ഇവിടെ നിറച്ച് പുല്ലാണ്. അപ്പുറത്തെ സൈഡ് കടലാണ്. ശബ്ദമൊക്കെ അവിടെ നിൽക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ തെർമാക്കോളിന്റെ വഞ്ചി. നമുക്ക് കടല് കാണാം. ഇതാണ് കടല്. ഞാൻ പറഞ്ഞ കടല് ഇതാണ്. ഇവിടെ ആൾക്കാർക്ക് കല്ലുമ്മലൊക്കെ ഇരിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് പാർക്കിന്റെ ബാക്ക് സൈഡ്. അവിടെ ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ നല്ല രസമാണ്. ഇവിടെ സൺസെറ്റ് ഒക്കെ കാണാം നമുക്ക്. നമുക്ക് പാർക്കിന്റെ അടുത്തേക്ക് പോവാം. നമുക്കിനി പാർക്കിന്റെ അടുത്തേക്ക് പോവാം. സ്നേഹതീരത്തിന്റെ ബാക്ക് സൈഡ്. ഇതിൻ്റെ ഉള്ളിൽ പുതിയ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ സെറ്റപ്പ് ഒക്കെ മാറ്റി. ഇതിൽ മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവര് മീനുകളൊക്കെ ഉണ്ട്. ഇന്നാണ് തുറക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് കളിക്കുള്ള വരുന്നുണ്ട്. പിന്നെ അവിടെ ഒക്കെ പുതിയ സെറ്റപ്പ് ഉണ്ടാക്കി. പിന്നെ അവിടെ കുറെ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരു വഞ്ചി പോകുന്നുണ്ട്. ഇത് അവിടെ കുറച്ച് സാധനങ്ങൾ കളിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അകത്തും നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ്. പിന്നെ പുതിയ പണ്ടത്തെ ചെയറൊന്നുമല്ല, പുതിയ ചെയറുകളൊക്കെ ഇത് നമ്പിക്കടവ് ബീച്ചിത്തെ കണ്ടൽക്കാടാണ് ഇത് കാണുന്നത്. ഇവിടൊക്കെ പിന്നെ ഇവിടൊക്കെ കണ്ടൽക്കാടാണ്. ഇതാണ് പോലീസ് സ്റ്റേഷനാണ്. നമ്മളിപ്പോ റോഡിന്റെ അടുത്ത് എത്താറായി. ഇതാണ് ഇവിടെ പോസ്റ്റൊക്കെ മുമ്പ് വീണിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ വീണ്ടും വേറൊരു തെർമാക്കോളിന്റെ വഞ്ചി കിടക്കുന്നുണ്ട്. പിന്നെ അവിടെ വഞ്ചികളൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ അവിടെയാണ് മുമ്പൊക്കെ ബജിക്കറായിരുന്നു. ഇപ്പൊ ബിരിയാണി വിൽപ്പന നടത്തുന്നുണ്ട്. ഇതാണ് പാർക്കിംഗ് ഏരിയ. പാർക്കിംഗ് ഏരിയ ഇവിടെയാണ്. ഇത്രയ്ക്കല്ല വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ബൈ.